ഹലോ ഗൈസ്, അപ്പോൾ കണ്ടില്ല, ഇത് നമ്മുടെ ഞാവൽപ്പഴമാണ് കേട്ടോ. കുറേ ആയി ഞാൻ കഴിച്ചിട്ട്. അപ്പം ഇങ്ങനെ ആഗ്രഹം നോക്കിയിരിക്കുമ്പോഴാണ് ഞാവൽപ്പഴത്തിന് മരം കണ്ടത്. താഴെ നിന്ന് കുറേയൊക്കെ നോക്കി പറിക്കാൻ പറ്റുമോ, തോട്ടി വെച്ചിട്ടും വല്ല എങ്ങനെ പറയുക, പെറുക്കി കഴിച്ചു. ആദ്യം നല്ല നോക്കി കഴിച്ചു, പിന്നെ തോട്ടി വെച്ച് നോക്കി, യാതൊരു രക്ഷയില്ല. പിന്നെ കരുതി നമുക്ക് മരത്തിൽ കയറാമോന്ന്. അപ്പം മരത്തിൽ കയറാനുള്ള പരിപാടിയിലാണ്, തത്രപ്പാടിലാണ് ഞാൻ കേട്ടോ. അപ്പം ആദ്യം ഞാൻ കരുതി ഈ ഒരു എന്താ പറയുക, ചെറിയൊരു മുളയിന്റെ കമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ചവിട്ടി നമുക്ക് ജസ്റ്റ് കയറാൻ. ഇപ്പം മേലെ ആ മുളയിന്റെ എജ് ഭാഗം അതിന് വലിയ ഉറപ്പൊന്നും ഉണ്ടായില്ല. അവിടെ ചവിട്ടിട്ട് പണി ആവണ്ടല്ലോ എന്നോർത്ത് ഞാൻ അത് മാറ്റിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടിട്ടുണ്ടല്ലോ കുറെ പേര് മരത്തിലൊക്കെ കയറാൻ കണ്ടിട്ടുണ്ട്. അപ്പം കാല് ഞാൻ ആദ്യം തോർത്ത് കെട്ടിയിട്ട് ഞാൻ ആ മേലെ കൈ പിടിക്കാവുന്ന അത്രയും തോർത്തുള്ള ചെറിയൊരു കൊമ്പുണ്ടായിരുന്നു, അത്യാവശ്യം ഉറപ്പുള്ള കൊമ്പ് തന്നെ. അപ്പം അതിലേക്ക് പിടിച്ചിട്ട് ഞാൻ അങ്ങനെ കയറി. ഒട്ടും എന്താ പറയാ, കയറാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമൊന്നുമില്ല, എന്നാലും ആഗ്രഹമാണല്ലോ നമ്മൾ എല്ലാ സ്ഥലത്ത് എത്തിക്കുക. അപ്പം ആ ഞാവൽപ്പഴം പറിക്കണം എന്നുള്ള ഒരു അത്യാഗ്രഹം, ഒരു ആവേശം ഒക്കെയാണ് എന്നെ മരത്തിൽ കയറാൻ പ്രേരിപ്പിച്ചത്. മരത്തിൽ കയറാൻ നമുക്ക് പറ്റണ മരത്തിൽ കയറും, ജസ്റ്റ് കൈ വെച്ച് കൊമ്പുണ്ടെങ്കിൽ പിടിച്ച് കയറും. പക്ഷെ ഇതുപോലെ ആദ്യമായിട്ട് ഞാൻ കയറിയിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് കണ്ടിട്ട് ആരും എന്താ പറയാ ഒന്നും പറയരുത്, ഒരത്യാഗ്രഹം അത്ര തന്നെ. കാരണം എന്താ പറയാ, ഞാവൽപ്പഴം ഞാൻ 2 ദിവസം മുന്നേ, ഈ പറിക്കണ 2 ദിവസം മുന്നേ ഞാൻ പോയപ്പോൾ റോഡ് സൈഡിലുണ്ടായിരുന്നു. നടന്നു നമ്മൾ റോട്ടിൽ ഇങ്ങനെ ഞാവൽപ്പഴം കണ്ടായിരുന്നു. അപ്പൊ കണ്ടപ്പോൾ ഈ ഞാവൽപ്പഴം, അപ്പൊ വീട്ടിൽ പോയിട്ട് ഏട്ടനെ കൂട്ടിട്ട് വന്നിട്ട് പറിക്കാനൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. പല ഞാൻ പറയുകയും ചെയ്തു പറിക്കണം എന്നൊക്കെ. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടെ വയലിൽ പോയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. അപ്പോൾ ഞങ്ങൾ മരത്തിലുള്ളത് കണ്ടത്, താഴെ വീണ് നമ്മൾ താഴെ നോക്കി നടക്കുമ്പോൾ താഴെ കുറച്ചെണ്ണം കിടപ്പുണ്ടായിരുന്നു. അപ്പം എന്താ പറയാ, കയ്യെത്തി പറിക്കാണെന്ന് ദൂരത്തിൽ ചെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ കൊമ്പ് വെച്ചിട്ട് ഇങ്ങനെ തട്ടിമുട്ടി ലേശം പറിച്ചു. താഴെ വീണത് മണ്ണുണ്ടായിരുന്നു, എന്നാലും തൂത്ത് കളഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചു. പക്ഷെ എന്തുകൊണ്ട് കയറിക്കൂടാ, കയറി പറിച്ചൂടാ, മരത്തിൽ കയറാൻ പറ്റുന്ന സാഹചര്യമാണല്ലോ എന്നോർത്തിട്ട് ഞാനങ്ങ് കയറി ഗൈസ്. ആവശ്യത്തിന് കൂടുതൽ ഞാൻ പറിച്ചായിരുന്നു. അവിടെ നിന്ന് പറിച്ച് കൊമ്പുകളൊക്കെ ഞാൻ താഴെ ഇട്ടു. പിള്ളേർ താഴെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ കഴിക്കട്ടെ എന്നിട്ട് താഴെ ഇട്ട് കൊടുത്തു. ആ ഷാള് കണ്ടില്ലേ. അപ്പോൾ ഞാൻ ആവശ്യം കൂടുതൽ ഇട്ട് കൊടുത്തു. അവർ സൗകര്യം പോലെ കഴിച്ചിട്ട് ഞാൻ മേലെ നിന്ന് പറിച്ചിറക്കിയതാണ് ഈ കവർ കാണുന്നത് കേട്ടോ. അപ്പം ആദ്യം ഞങ്ങൾ ഷാള് വെച്ചിട്ട് പിടിച്ചു. ആദ്യം മരം ഇങ്ങനെ തട്ടി കൊമ്പ് കുലുക്കിയിട്ട് ഷാൾ വെച്ച് പിടിച്ചു. പക്ഷെ അതുകൊണ്ട് അത് തൃപ്തിപ്പെടാത്ത കൊണ്ടാണ് അവസാനം കയറേണ്ട ഒരു അവസ്ഥ വന്നത്. എന്നാലും വേണ്ടില്ല, കയറി സേഫായിട്ട് ഇറങ്ങി. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ഞാവൽപ്പഴം കിട്ടി. എന്താ പറയുക, ആഗ്രഹം സാധിച്ചു, സമാധാനം. അല്ലെങ്കിൽ എന്താ പറയുക, ഏട്ടൻ പണി കഴിഞ്ഞ് വന്നിട്ട് വരുന്നത് വൈകുന്നേരമാവും. ആ ദിവസങ്ങളിൽ ഞായറാഴ്ച സ്റ്റെപ്പ് കാത്തു നിൽക്കണം. അപ്പോൾ ആ ഒരു സമയം വരെ നമ്മൾ ഞാവൽപ്പഴം കാത്തിരിക്കില്ല. നമുക്ക് വേണ്ടി ഒന്നും സമയങ്ങളോ വേണം, ഒരു കാര്യം കാത്തിരിക്കില്ല. അപ്പം എന്താക്കി, ഞാനങ്ങ് കയറി ഗൈസ്, കയറി പറിച്ച് സമാധാനമായിട്ടങ്ങ് ഇറങ്ങി. ഓ, എന്തൊരു ആശ്വാസം. പിന്നെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മനെ മെല്ലെ ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ടാണ് ഈ ഒരു സാഹസികത കാണിച്ചത് കേട്ടോ. അപ്പൊ ഞാവൽപ്പഴം പറിക്കുന്ന സമയത്ത് കുറച്ച് പേര് കടന്നു പോയിരുന്നു. വയലിൽ പണിയെടുക്കണം കുറച്ച് ജെൻസ് എല്ലാം കടന്നു പോയായിരുന്നു. പക്ഷെ എനിക്ക് ആ മരത്തിന്റെ പേരിൽ നിന്നിട്ട് ഒരു അതിന് ചളുപ്പായിരുന്നു. എന്നാലും വേണ്ടില്ല, നമുക്ക് ആരെന്ത് വിചാരിക്കും എന്ന് കരുതി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് നിൽക്കലേ കാണുള്ളൂ. നമ്മുടെ ആഗ്രഹമാണ് നമ്മൾ സ്ഥലത്ത് എത്തിക്കുക. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ എന്ത് പറയുന്നു ആലോചിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ എവിടെ എത്തില്ല. അപ്പം അങ്ങ് പോട്ടെ എന്നിട്ട് വിട്ടിട്ട് ഞാനങ്ങ് മരത്തിൽ കയറി പറിച്ചു ഗായ്സ്. അപ്പൊ പറിച്ച് സേഫായിട്ട് ഇറങ്ങി. കണ്ടില്ലേ, എന്ത് പറയാനാ, ഞാൻ മരത്തിൽ കയറുന്ന പിള്ളേർ വരെ പ്രതീക്ഷിച്ചില്ല. കാരണം മരത്തിൽ കയറുന്നുണ്ടല്ല ഞാൻ പിറന്നത്, അമ്മനെ പറഞ്ഞു വിട്ടത് പോലും ചിലപ്പം താഴെ വീണ പോലെ അമ്മേനെ എന്ന് കേൾക്കണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ്. അപ്പം നമ്മൾ ഞാവൽപ്പഴം പറിച്ചു. കണ്ടില്ലേ, ഇത്രയും ഞാവൽപ്പഴം കിട്ടി. ഇതിനകത്തല്ല അപ്പുറം കിട്ടി. ഇപ്പം ഞാൻ മരത്തിന് ആവശ്യത്തിന് കഴിച്ചു. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.